സമ്മതപത്രം ഒപ്പിട്ട് തന്നില്ലെങ്കിൽ തള്ളി വീട്ടിൽ നിന്ന് ഇറക്കി വിടണം. അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴും കാശിന്റെ കാര്യം തീരുമാനമാവില്ലല്ലോ റൂബി. ഇറങ്ങിപ്പോക്കും ഇറക്കി വിടലോ ഒന്നും അല്ലല്ലോ നമ്മുടെ കാര്യം. ഏതായാലും നാളെയാണ് കോടതിയിൽ ജോയിന്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. അത് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്തെങ്കിലും വഴിയുണ്ടാവുമെന്ന്. എന്താ അച്ഛമ്മ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് നിന്നെ കാണുമ്പോ അത്ഭുതം തോന്നാ. അപ്പോ എന്തു പറ്റി? അത്ഭുതം തോന്നാൻ മാത്രം എന്ത് പ്രത്യേകത എനിക്കുള്ളത്? ഒരു കൂസലും ഇല്ലാതെയുള്ള നിന്റെ ഈ നടപ്പ് അത്ഭുതം തന്നെയല്ലേ അപ്പോ? അച്ഛമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? അച്ഛനും അമ്മയും ബന്ധം വേർപെടുത്തി പിരിയുന്നതില് നിനക്കൊരു വിഷമോ ഇല്ലേ അപ്പോ? ഓ, അതാണോ കാര്യം? അതൊരു കാര്യല്ലേ? അവരൊന്നിച്ച് താമസിക്കില്ല എന്ന് തീരുമാനിച്ചു. അത് അവരുടെ കാര്യം. അതിന് ഞാൻ കരഞ്ഞോണ്ടിരിക്കണോ? കരയണോന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാലും ഉള്ളിൽ ഒരു വിഷമമൊക്കെ ഉണ്ടാവില്ലേ? വിഷമമുണ്ട്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ എനിക്കിഷ്ടം. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും. അതോർത്ത് കരഞ്ഞോണ്ടിരുന്ന അതിന് മാത്രമേ നേരം കാണൂ. ആഹാരം കഴിച്ചില്ലേ? അമ്മ എന്താ കഴിക്കാത്തെ? ഒരു ചോദ്യത്തിന് വേറൊരു ചോദ്യമാണോടാ ഉത്തരം? എനിക്ക് വിശപ്പില്ല. ഓർക്കും തോറും സങ്കടം കൂടും അമ്മേ. എന്താടാ? നാളെ കോടതി പോന്നതല്ലേ? നാളെ തന്നെ പോയേക്കാം. പിരിയാൻ നിന്റെ അച്ഛന് ധൃതിയല്ലേ? പിരിഞ്ഞിട്ടെന്താ? അച്ഛൻ റൂബിയെ കല്യാണം കഴിക്കും. അതങ്ങനെ ഉറപ്പിച്ച് തീരുമാനിച്ചോ? തീരുമാനിക്കാൻ എന്താ, കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാണ്. അപ്പൊ അമ്മയോ? അമ്മയെ വേണ്ടാന്ന് വെക്കല്ലേ? അപ്പൊ പിന്നെ അമ്മ എന്ത് ചെയ്യും? ഭർത്താവ് ഉപേക്ഷിച്ചിട്ടും എത്രയോ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് ഈ നാട്ടില്. അമ്മ മക്കൾക്ക് വേണ്ടി ജീവിക്കും. മക്കളെന്ന് പറയുമ്പോ ഞാൻ മാത്രല്ല അമ്മയുടെ കൂടെയുള്ളൂ. അപ്പുവിന് റൂബിയനോടല്ലേ ഇഷ്ടം? അമ്മ ആദ്യമൊക്കെ അതോർത്ത് ഒരുപാട് വിഷമിച്ചിരുന്നു. അവളെ പറഞ്ഞ് തിരുത്താനും ശ്രമിച്ചു. അവളെ പറഞ്ഞ് തിരുത്താനും ശ്രമിച്ചു. നടക്കില്ലെന്ന് മനസ്സിലായി. ഇപ്പൊ അമ്മ അതൊന്നും ചിന്തിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോ വിധിയുണ്ട്. അത് തടയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. മോൻ അമ്മയെ വിട്ടു പോവാതിരുന്നാ മതി. നമുക്ക് സങ്കടങ്ങളൊക്കെ സന്തോഷങ്ങളാക്കി ജീവിക്കാം. പ്രകാശ, കോടതിയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചോ? എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനമില്ലല്ലോ അമ്മേ. രണ്ടുപേരും ഒന്നുകൂടെ ആലോചിക്ക് പ്രകാശ. ഒരു കുടുംബം തകരാതിരിക്കാനല്ലേ? തകരാനുള്ളൊന്നും പിടിച്ചു നിർത്തിയാൽ നിൽക്കില്ലമ്മേ. നീ ഒന്നും മനസ്സ് വെച്ചാൽ എല്ലാം നടക്കും. സുജാതയേക്കാൾ നല്ലൊരു പെണ്ണാണോ റൂബി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ മനസ്സിലാക്കാത്ത കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട് ജീവിതത്തിൽ. വീട് വിട്ട് പുറത്തിറങ്ങാത്ത അമ്മയ്ക്ക് ലോകമെന്തെന്നറിയില്ല. എനിക്കിത്ര അറിവ് മതി. അറിവ് കൂടിയാലും കുഴപ്പമാണെന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി മോനെ. അമ്മ നിന്റെ കാല് പിടിക്കാം. സുജാതയെ നീ ഉപേക്ഷിക്കരുത്. അവളൊരു പാവം. എല്ലാവർക്കും മുമ്പിൽ അവളൊരു പാവം. എനിക്കല്ലേ അറിയൂ തനി സ്വഭാവം. എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം മോനെ. അമ്മ എന്ത് സോഫ്റ്റായിട്ടാ സംസാരിക്കുന്നേ. തറവാട് മേടിക്കാൻ ഒരാളെ കൊണ്ട് വന്നപ്പോ സുജാത പറയുന്നത് മാത്രം കേട്ട് അമ്മേന്റെ നാണം കെടുത്തിയില്ലേ? ഇവിടെ എല്ലാവർക്കും കാര്യം കാണാനുള്ള സ്നേഹമാ, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. നീ തറവാട് വിറ്റോ പ്രകാശ? ഞാൻ ഒരു കാശും ചോദിക്കുന്നില്ല. പകരമായിട്ടെങ്കിലും അമ്മ പറയുന്നത് നീ കേൾക്കണം. സുജാതയെ ഉപേക്ഷിക്കരുത്. ഇതിപ്പോ കോടതിയിലോട്ട് പോകുന്നല്ലേ ഉള്ളൂ. പെട്ടെന്നൊന്നും ഡിവോഴ്സ് കിട്ടില്ല. ആദ്യം അമ്മ വീടും സ്ഥലവും വയ്ക്കാൻ സമ്മതപത്രം ഒന്ന് ഒപ്പിട്ടതാ. എന്നിട്ട് ആലോചിക്കാൻ ബാക്കി കാര്യങ്ങൾ.
മക്കളോട് പറയാതെ അമ്മ ഒരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ടാ രണ്ടുപേരെ ഒരുമിച്ച് വിളിച്ചു വരുത്തിയത്. നിറപറയും നിലവിളക്കും സാക്ഷി നിർത്തി 19 വർഷം മുൻപ് അമ്മ തുടങ്ങിയ ജീവിതം ഇന്ന് അവസാനിപ്പിക്കുക. അത് അമ്മയുടെ തെറ്റുകൊണ്ടാണെന്ന് മക്കൾക്ക് തോന്നുന്നുണ്ടോ? രണ്ടുപേരുടെ കയ്യിലും തെറ്റുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തില്ലല്ലോ. ഞാൻ അമ്മയെ കുറ്റം പറയില്ല. അച്ഛന് റൂബേനോടുള്ള ഇഷ്ടം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് എനിക്കറിയാം. ഒരിഷ്ടം മാത്രമാണെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് എപ്പോ വേണമെങ്കിലും അച്ഛൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് അമ്മ കാത്തിരുന്നേനെ. പക്ഷെ അമ്മ കരുതിയതിനും അപ്പുറത്തായിപ്പോയി അവര് തമ്മിലുള്ള അടുപ്പം. എനിക്ക് തോന്നുന്നില്ല അമ്മേ, കൂടുതൽ അമ്മയുടെ തെറ്റിദ്ധാരണകളാ. അല്ല മോളെ, അമ്മയുടെ ധാരണകൾ ശരിയാ. ആ ബന്ധം എത്രത്തോളം എത്തിയെന്ന് മക്കളോട് പറയാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ, അതെന്തെങ്കിലും ആവട്ടെ. പിരിയുന്നത് ഞാനും നിങ്ങളുടെ അച്ഛനും തമ്മിലാ, ഞാനും എന്റെ മക്കളും തമ്മിലല്ല. അത് പറയാനാ വിളിച്ചത്. മക്കളെ ഉപേക്ഷിച്ച് ഈ അമ്മ എങ്ങോട്ടും പോവില്ല. ഇനി മറ്റൊരു ജീവിതവും ഉണ്ടാവില്ല. ആ ഉറപ്പ് അമ്മ നിങ്ങൾക്ക് തരുന്നു. ഇനി മരണം വരെ അമ്മയുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അമ്മയെ നിങ്ങൾക്ക് വേണ്ടാതായാൽ മാത്രം അമ്മയുടെ ജീവിതം അവസാനിപ്പിക്കും. പ്രകാശേട്ടാ, നേരെ കോടതിയിലേക്കല്ലേ? അതെ, പറഞ്ഞല്ലേ? പറഞ്ഞു. എനിക്കതല്ല, കോടതി ചെല്ലുമ്പോ ജഡ്ജി ഉപദേശിക്കും. സുജാതയുടെ കൂടെ തന്നെ ജീവിക്കാൻ പറയും, ഒന്നിച്ച് താമസിക്കാൻ പറയും. അതൊക്കെ നമുക്കറിയാവുന്നല്ലേ? നമുക്കറിയാം, പക്ഷേ സുജാതയ്ക്ക് അത് എത്രത്തോളം അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഒരു പക്ഷേ ജഡ്ജി പറയുന്നത് കേട്ട് സുജ കരഞ്ഞൂന്നിരിക്കും. ഡിവോഴ്സ് വേണ്ടാന്ന് പറയും. ചിലപ്പോ ഉപേക്ഷിക്കലേന്ന് പറഞ്ഞ് പ്രകാശേട്ടന്റെ കാല് പിടിക്കാനും മതി. അപ്പോഴൊന്നും മനസ്സ് മാറിയേക്കരുത്. അങ്ങനെ തോന്നുന്നുണ്ടോ തനിക്ക്? കോടതിയിൽ ചെന്ന് നിൽക്കുമ്പോ മനസ്സ് മുഴുവൻ ഞാനായിരിക്കണം. എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞായിരിക്കണം. ചെന്ന് നിൽക്കുമ്പോ മനസ്സ് മുഴുവൻ ഞാനായിരിക്കണം. എന്റെ വയറ്റിൽ കിടക്കുന്ന നമ്മുടെ കുഞ്ഞായിരിക്കണം. പ്രകാശേട്ടന് വേണ്ടിയാ ഞാനിത് നശിപ്പിക്കാന്ന് പറഞ്ഞത്. പ്രകാശേട്ടൻ നഷ്ടപ്പെട്ട ഈ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് ഞാൻ വാശി പിടിക്കും. അത്രയ്ക്കിഷ്ട പ്രകാശേട്ടനെ എനിക്ക്. സുജാത ചേച്ചി ലീവ് വിളിച്ചു പറഞ്ഞിരുന്നോ വീണേ? ഏയ് ഇല്ല. ഇന്നലെ റെക്കോർഡിങ്ങിന് വന്നില്ല, ഇന്നും ഒരു വിവരമില്ല. ഞാൻ പല പ്രാവശ്യം ഫോൺ ചെയ്ത് നോക്കിയതാ ചേച്ചിയെ, എടുക്കുന്നില്ല. ചില സമയത്ത് ചേച്ചിക്ക് ആബ്സെന്റ് മൂടാ. ഇനി എന്ത് ചെയ്യും? ഒരുപാട് പ്രശ്നങ്ങളുണ്ട് വിപിൻ. നമ്മൾ അറിയാൻ പാടില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ. ഫാമിലി മാറ്റേഴ്സ് അല്ലേ? കുടുംബത്തിലെ താളപ്പിഴകളല്ലേ വിപിൻ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ചേച്ചി ഭർത്താവുമായിട്ട് അകൽച്ചിനാണല്ലേ? മനസ്സുകൊണ്ടുള്ള അകൽച്ച കുടുംബ കോടതി വരെ എത്തി നിൽക്കുന്നു വിപിൻ. ഇത് കഷ്ടാണ്. സുജാത എത്തിയോ? കാത്തിരിക്കായിരുന്നു. രണ്ടുപേരും വരൂ, കോടതി കൂടുക. ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചോദിക്കോ? ഏയ്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള പെറ്റീഷൻ അല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ല. എല്ലാം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. വന്നോളൂ. ഇരിക്കൂ. യുവർ ഓണർ, ജോയിന്റ് പെറ്റീഷനാണ്. പരസ്പര ധാരണ പ്രകാരം ഇവര് പിരിയാൻ തീരുമാനിക്കുന്നത്. പ്രകാശൻ, സുജാത അല്ലേ? ലോങ് 19 years ഓഫ് ടുഗദർനെസ്. 19 വർഷം ഒരുമിച്ച് താമസിച്ചിട്ടാണ് തമ്മിൽ വേർപിരിയുന്നത്. എന്താണ് ഈ വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ള വേർപിരിയൽ? എന്നും പ്രശ്നങ്ങളായിരുന്നു മൈലോട്ട്. പൊരുത്തപ്പെട്ടു പോവാൻ തീർത്തും പറ്റാതെ വന്നത് ഇപ്പോഴാ. ഞാൻ ചോദിച്ചത് അഡ്വക്കേറ്റിനോടല്ല. പറയൂ മിസ്റ്റർ പ്രകാശൻ, വാട്ട് ഈസ് ദ റിയൽ പ്രോബ്ലം? ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായ പിന്നെ പിരിയുന്നല്ലേ നല്ലത്. സുജാതയ്ക്കും പിരിയണോ അല്ലേ? പിരിയാം. ഒരുപാട് കേസുകൾ ഇവിടെ വരുന്നുണ്ട്. പലതും നിസാര കാര്യങ്ങളിൽ തുടങ്ങുന്നതാണ്.
അതുപോലെ എന്തെങ്കിലും ആണോ? പകർച്ചവ്യാധിയോ മാനസിക വിഭ്രാന്തിയോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല. ഇനി ഇല്ലീഗൽ റിലേഷൻസ്, ഐ മീൻ അവിഹിതമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ?